കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ലോട്ടറി. ശമ്പളം, അലവൻസുകൾ, പെൻഷനുകൾ എന്നിവ പരിഷ്കരിക്കുന്നതിനുള്ള 8ാം കേന്ദ്ര ശമ്പള കമ്മീഷൻ ഔദ്യോഗികമായി അംഗീകരിച്ചു. 1.1 കോടി ജീവനക്കാർ കാത്തിരുന്ന ശമ്പള കമ്മീഷൻ പ്രവർത്തനത്തിലേക്ക് നീങ്ങുന്നു. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും അലവൻസുകളും പെൻഷനുകളുമൊക്കെ പരിഷ്കരിക്കുന്നതിനുള്ള 8ാം കേന്ദ്ര ശമ്പള കമ്മീഷൻ ഔദ്യോഗികമായി തന്നെ അംഗീകരിച്ചിരിക്കുകയാണ്. 1.1 കോടി കേന്ദ്ര സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും കാത്തിരുന്ന ശമ്പള കമ്മീഷൻ 2026 ജനുവരി മുതൽ പ്രവർത്തനത്തിലേക്ക് നീങ്ങുകയാണ്. 8ാം കേന്ദ്ര ശമ്പള കമ്മീഷൻ അടുത്തിടെയാണ് രൂപീകരിച്ചതെങ്കിലും ശമ്പള പെൻഷൻ വർധനവിനെക്കുറിച്ചുള്ള തെറ്റായ വിവരങ്ങളും ഊഹാപോഹങ്ങളും മാധ്യമങ്ങളിൽ വ്യാപകമായി തന്നെ പ്രചരിക്കുകയാണ്. 8ാം CPC റിപ്പോർട്ട് സമർപ്പിക്കാൻ 12 മുതൽ 16 മാസം കൂടി എടുത്തേക്കും. സർക്കാർ റിപ്പോർട്ട് സ്വീകരിച്ച് അത് പരസ്യമാക്കിയതിനു ശേഷം മാത്രമേ ശമ്പളത്തിന്റെയും പെൻഷൻ വർധനവിന്റെയും യഥാർത്ഥ വിവരങ്ങൾ അറിയാൻ കഴിയൂ. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ പൊതുസേവന കാര്യങ്ങളെക്കുറിച്ചുള്ള മെമ്മോറാണ്ടം തയ്യാറാക്കുന്നതിനായി 2026 ഫെബ്രുവരി 25 ന്യൂഡൽഹിയിൽ യോഗം ചേരും. 8ാമത് ശമ്പള കമ്മീഷൻ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞാൽ മെമ്മോറാണ്ടം സമർപ്പിക്കാൻ ആവശ്യപ്പെടുമെന്നാണ് ഉദ്യോഗസ്ഥർ പ്രതീക്ഷിക്കുന്നത്. 2026 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന DA വർധനവ് തീരുമാനിക്കാൻ 8ാം ശമ്പള കമ്മീഷൻ ഉപയോഗിച്ചേക്കും. 8ാം ശമ്പള കമ്മീഷൻ പ്രകാരമുള്ള ശമ്പള കുടിശ്ശിക വിതരണം സംബന്ധിച്ച ഇതുവരെ ഔദ്യോഗിക പ്രസ്താവനകളൊന്നും വന്നിട്ടില്ല. 2027 8ാം CPC റിപ്പോർട്ട് സമർപ്പിച്ചതിനു ശേഷം ഇത് വ്യക്തമാക്കിയേക്കും. ഇന്ത്യക്ക് 1946 മുതൽ 8 കേന്ദ്ര ശമ്പള കമ്മീഷനുകളാണ് ഉണ്ടായിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പള ഘടനകൾ, അലവൻസുകൾ, ആനുകൂല്യങ്ങൾ എന്നിവ അവലോകനം ചെയ്യുന്നതിനും ശുപാർശ ചെയ്യുന്നതിനുമാണ് ഈ കമ്മീഷനുകൾ. സാധാരണയായി ഓരോ 10 വർഷത്തിലും ശമ്പള കമ്മീഷനുകൾ രൂപീകരിക്കുന്നുണ്ട്. നിലവിലുള്ള അടിസ്ഥാന ശമ്പളത്തിൽ ബാധകമായ ഫിറ്റ്മെന്റ് ഘടകം ഉപയോഗിച്ച് പുതിയ അടിസ്ഥാന ശമ്പളം കണക്കാക്കും. സാധാരണയായി ഓരോ 10 വർഷത്തിലും സാമ്പത്തിക സ്ഥിതി, പണപ്പെരുപ്പം, സാമ്പത്തിക ശേഷി, DA എന്നിവ അടിസ്ഥാനമാക്കിയാണ് ഇത്തരത്തിലുള്ള ശുപാർശകൾ നടത്തുക. ഇപ്പോൾ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും അലവൻസുകളും പെൻഷനുമൊക്കെ പരിഷ്കരിക്കുന്നതിനുള്ള 8ാം കേന്ദ്ര ശമ്പള കമ്മീഷനാണ് ഔദ്യോഗികമായി തന്നെ അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.